ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് എന്നൊക്കെ പറയാം. ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഈ ജ്യൂസിന് വേണ്ടിയിട്ട് ഏകദേശം 1/2 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല പുളി മധുരമൊക്കെ ഉള്ള മുന്തിരിയാണ്. ജ്യൂസ് മുന്തിരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമല്ലോ, അതാണ്. ഈ മുന്തിരിക്ക് കുരുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുരു ഇല്ലാത്ത മുന്തിരി ആയാലും കുഴപ്പമൊന്നുമില്ല, അതും എടുക്കാം. ഇത് മഞ്ഞൾപ്പൊടിയും വിനീഗറും ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള മുന്തിരിയാണ്. അപ്പോൾ ഈ മുന്തിരി ഇനി വേവിച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഈ മുന്തിരി മൂടി നിൽക്കത്തക്ക വിധത്തിൽ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് വെള്ളമാണ് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് മധുരം ഓരോരുത്തരുടെ അളവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.25 കപ്പ് പഞ്ചസാരയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ഈ മുന്തിരിയൊക്കെ പൊട്ടിയിട്ട് മേലേക്ക് ഇങ്ങനെ പൊന്തി വരും. അതുവരെ വേണം നമുക്കത് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മുന്തിരിയുടെ കളറ് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു കളറായിട്ടുണ്ടാവും. കണ്ടോ, ഇതേമാതിരിയാണ് ഉണ്ടാവുക. അത് ഈ പാത്രത്തിലാവണ കാരണം അത്ര ഒന്നും മനസ്സിലാവണില്ല, പക്ഷെ നല്ലൊരു കളറാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 5-8 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. മുന്തിരി പൊട്ടിയിട്ട് മേലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇനി അധികം നേരം ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ നേരം നമ്മളിത് വേവിക്കുമ്പോൾ ജ്യൂസിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ മുന്തിരി ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഈ മുന്തിരിയുടെ തൊലിയും സീഡും മാറ്റിയതിന് ശേഷം ആ പൾപ്പ് മാത്രം നമുക്ക് ഈ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വയ്ക്കുന്നത്. ഇനി നമുക്ക് ഈ മുന്തിരി ഒരു മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പ വെച്ചിട്ടൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഇതൊരു സ്പൂൺ കൊണ്ട് ഇതിലെ ജ്യൂസ് മുഴുവനും ഇതിലേക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ ഈ ജ്യൂസ് അത്യാവശ്യം നല്ല തിക്കായിട്ട് ഒരു സിറപ്പ് പോലെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് സെർവ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൾപ്പ് അതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സിറപ്പ് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഏകദേശം ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നല്ല വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഡൈല്യൂട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ചിലർക്കിത് ഇങ്ങനെ തിക്കായിട്ട് തന്നെ കുടിക്കാനാവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുന്തിരിയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ തൊലിയും കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ഈ ജ്യൂസിന് പുളി കുറവായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരം കുറവായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലിപ്പോൾ കറക്റ്റായിട്ട് മധുരവും പുളിയൊക്കെ ഉള്ളത് കാരണം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ് എസൻസോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ജ്യൂസ് നല്ല തണുപ്പോട് കൂടി കുടിക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം പുറത്തെടുത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് തണുത്തതിന് ശേഷം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്സ് ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം അതിലെ കുരുവും തൊലിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തേ ഉള്ളൂ, നിർബന്ധമില്ല. അപ്പോൾ ഈ സ്പെഷ്യലായിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ.
പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്